അവൻ പറഞ്ഞത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഞെട്ടി. ഈ ശ്രീലക്ഷ്മി എന്തിനാ അവൻ അന്വേഷിക്കുന്നത്? ബന്ധുക്കൾക്കിടയിൽ ചോദ്യമുയർന്നു. അവരാരെങ്കിലും അഭയോട് ചോദിക്കും മുൻപേ അഭയ് ശ്രീലക്ഷ്മി അവർക്കിടയിൽ നിന്ന് തന്നെ തിരിച്ചറിഞ്ഞു. ശ്രീലക്ഷ്മിയെ കണ്ടതും അവൻ പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് ചെന്നു. ഹായ് ശ്രീലക്ഷ്മി, ഞാൻ അഭയ്. ഫൈനലി തന്നെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് പെങ്ങളെ. ഷേക്ക് ഹാൻഡിനായി കൈ നീട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു. അത് കാണേ ശ്രീലക്ഷ്മി അമ്പരപ്പോടെ അവനെ നോക്കി നിന്നുപോയി. ശേഷം അല്പം ബോധം വന്നതും ബഹുമാനത്തോടെ അവന് കൈകൊടുത്തു. അഭയ് പറഞ്ഞു, ഹാ, അപ്പോ കേട്ടതെല്ലാം ശരിയാണ്. താൻ ശരിക്കും സുന്ദരിയാണ്. അഭയ് ശ്രീലക്ഷ്മിയെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു. അത് നോക്കി നിന്ന് ആർക്കും തന്നെ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല. എന്തിനാ അഭയ് ഈ ശ്രീലക്ഷ്മിയോട് ഇത്ര ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്നത്? അവർ ആശയക്കുഴപ്പത്തോടെ പരസ്പരം നോക്കി. പക്ഷേ ഇതെല്ലാം വെറും ട്രെയിലർ മാത്രം. പടം വരാൻ പോകുന്നതേ ഉള്ളൂ എന്ന മട്ടിൽ ഋഷി ഒന്ന് ചിരിച്ചു. അപ്പോ കാര്യത്തിലേക്ക് വരാം. എനിക്ക് ചില അത്യാവശ്യ ബിസിനസ് വർക്ക്സ് ഉണ്ട്. സോ ഉടൻ തന്നെ എനിക്ക് കൊച്ചി വിടണം. അതുകൊണ്ട് വർമാസ് കമ്പനിയുടെ ഷെയർസ് ശ്രീലക്ഷ്മിയുടെ പേരിൽ മാറ്റാൻ ഞാൻ തീരുമാനിച്ചു. ശ്രീലക്ഷ്മി, ഇനി മുതൽ ആ കമ്പനിയിൽ 60% ഷെയർസും തന്റെ പേരിലായിരിക്കും. താനത് നന്നായി കൈകാര്യം ചെയ്യണം. എനിക്ക് തന്റെ മേലുള്ള വിശ്വാസം കളയരുത്. അഭയ് അത്രയും പറഞ്ഞ ശേഷം തന്റെ സഹായികളെ തിരിഞ്ഞു നോക്കി. ആ നോട്ടം കണ്ടതും നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ഡോക്യുമെന്റ്സും പേനയും അവർ ശ്രീലക്ഷ്മിക്ക് കൈമാറി. അതുവരെ പരസ്പരം ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്ന വർമാസ് അത് കണ്ട് എന്ത് പറയണമെന്നറിയാതെ നിശബ്ദരായി. തനിക്ക് ചുറ്റിലും നടക്കുന്നതെല്ലാം കണ്ട് ഒരു നിമിഷം സ്തംഭിച്ചു പോയ മഹാദേവി അടുത്ത നിമിഷം തന്നെ സന്തോഷവതിയായി. അവരുടെ കമ്പനി ഷെയറുകൾ ശ്രീലക്ഷ്മിയുടെ പേരിലേക്ക് മാറ്റുമെന്നായപ്പോൾ അവരുടെ മുഖം തെളിഞ്ഞു. എളുപ്പത്തിൽ അവളുടെ കയ്യിൽ നിന്നും വാങ്ങാമെന്ന് അവർ കണക്ക് കൂട്ടിയിരുന്നു. എന്തിനാ അഭയ് ഇങ്ങനൊരു മണ്ടൻ തീരുമാനം എടുത്തത്? ഷെയറുകൾ ശ്രീലക്ഷ്മിക്കാണെങ്കിൽ അത് വർമാസ് കുടുംബത്തിന് തിരികെ നൽകുന്നതിന് തുല്യമല്ലേ? മഹാദേവി ചിന്തിച്ചു. ശ്രീലക്ഷ്മി, പിന്നെ ഒരു പ്രധാന കാര്യം കൂടി പറയാനുണ്ട്. ഈ ഷെയർസിന്റെ മൂല്യം 500 കോടിയാണ്. തന്നോടുള്ള വിശ്വാസം കൊണ്ടാണ് ഞാൻ ഇതെല്ലാം തന്റെ പേരിലേക്ക് മാറ്റിയത്. അത് മറന്ന് താൻ ഒന്നും ചെയ്യരുത്. അഭയ് അത് പറഞ്ഞപ്പോൾ ശ്രീലക്ഷ്മി ഞെട്ടി അവനെ നോക്കി. ഞാൻ ഒരിക്കലും നിങ്ങളിലുള്ള വിശ്വാസം തകർക്കില്ല സർ. ശ്രീലക്ഷ്മി പരിഭവത്തോടെ മറുപടി പറഞ്ഞു. പക്ഷേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഒരു പരിചയവുമില്ലാത്ത എന്നെ നിങ്ങൾ എന്തിനാ ഇത്രയൊക്കെ വിശ്വസിക്കുന്നത്? വിശ്വസിച്ച് ഇത്രയും വിലമതിക്കുന്ന ഷെയർ ഏൽപ്പിക്കുന്നത്? ശ്രീലക്ഷ്മിയുടെ ചോദ്യം കേട്ട് അഭയുടെ മുഖത്ത് വലിയൊരു പുഞ്ചിരി പ്രത്യക്ഷപ്പെട്ടു. ശ്രീലക്ഷ്മിയുടെ ചോദ്യത്തിന് ഉത്തരം പറയാതെ അവൻ പെട്ടെന്ന് ഋഷിയുടെ അടുത്തേക്ക് നടന്നു. അതിന്റെ കാരണം ഇവനാ, ഈ ഋഷിൻ. ഋഷിന്റെ ഭാര്യയായ തന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കാതിരിക്കും? അഭയ് തുറന്നു പറഞ്ഞു. ഋഷി തന്റെ ഭർത്താവാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോ എല്ലാ ഷെയറും ഞാൻ തനിക്ക് തരുമായിരുന്നോ? അത് പറയുന്നതിനിടയിൽ അഭയ് ഋഷിയുടെ വയറിൽ മെല്ലെ ഇടിച്ചുകൊണ്ട് ചിരിച്ചു. ഉഫ്, ഹോ, അതെങ്ങനെ അറിയാനാ? നീ ബിസിനസിന്റെ പിന്നാലെ ഓടി അത്രയും ബിസി ആയിരുന്നില്ലേ? ശരിക്കൊന്ന് ശ്വസിക്കാൻ പോലും സമയമില്ലായിരുന്നല്ലോ. അതുകൊണ്ടാണ് ശ്രീലക്ഷ്മിയെ നീ ഇത്രയും വൈകി പരിചയപ്പെട്ടത്. ഋഷി ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. ആ നേരം അഭയുടെ പി അവനോട് ചെവിയിൽ എന്തോ പറഞ്ഞു. ശരി ഋഷിൻ, ഒരിടെ നീയും ശ്രീലക്ഷ്മി എന്റെ കൂടെ ഡിന്നറിന് വരണം. ലൊക്കേഷൻ ഞാൻ സമയം പോലെ വാട്സാപ്പ് ചെയ്തേക്കാം. ഇപ്പൊ എനിക്കൊരു പ്രധാനപ്പെട്ട ജോലിയുണ്ട്. ഉടനെ ന്യൂയോർക്കിലേക്ക് പോകണം. അതുകൊണ്ട് ഞാൻ ഇപ്പൊ പോകുക. ബൈ. അവൻ അത്രയും പറഞ്ഞ് ഋഷിയെ കെട്ടിപ്പിടിച്ചു. സേഫായി പോയിട്ട് വാ. അവനെ തിരികെ ഹഗ് ചെയ്തുകൊണ്ട് അത്രയും പറഞ്ഞ് ഋഷി അവനെ യാത്രയച്ചു. അഭയ് യാത്ര പറഞ്ഞ് പുറത്തു പോയപ്പോഴാണ് വർമാസ് കുടുംബത്തിന് ബോധം തിരികെ വന്നത്. അവർ ഞെട്ടലോടെ ഋഷിയെ നോക്കി. ഇനിയും അവൻ ഇതുപോലെ എത്ര ഫ്രണ്ട്സ് ഉണ്ട്? ലക്ഷ്മൺ, ഒലീവിയ, ACP ഗൗരി, ഇപ്പതേ ഈ അഭയും. എങ്ങനെയാ ഇവനൊക്കെ ഇത്രയും വലിയ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടുന്നത്? വർമാസ് എത്ര തലകുത്തി നിന്ന് ആലോചിച്ചിട്ടും ആ ചോദ്യത്തിന് ഒരു ഉത്തരം കിട്ടിയില്ല. ഋഷി, ഈ അഭയ് രാധാകൃഷ്ണൻ നിന്റെ ഫ്രണ്ടാണോ? അഭയ് പോയതും ശ്രീലക്ഷ്മി ഋഷിക്ക് നേരെ തിരിഞ്ഞു സംശയത്തോടെ ചോദിച്ചു. അതെടോ, ഞങ്ങൾ രണ്ടുപേരും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാ. ആ ഒരു ഓളത്തിൽ ഋഷി ചിരിയോടെ പറഞ്ഞു. പക്ഷേ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ശ്രീലക്ഷ്മി വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ എന്ന കാര്യം ഋഷിക്ക് ഓർമ്മ വന്നത്. അവൻ ഓർത്ത പോലെ തന്നെ ശ്രീലക്ഷ്മി അവനോട് എന്തോ ചോദിക്കാൻ വരികയായിരുന്നു. പക്ഷേ അവൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ കഴിയും മുൻപേ ഋഷി സംസാരിച്ചു. ശ്രീലു, ഏതായാലും ഈ ഷെയർസിന്റെ പ്രശ്നം തീർന്നല്ലോ. തന്നെ ഓർത്താ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓഫീസിൽ ബോസ് തന്ന കുറച്ച് വർക്കുണ്ട് തീർക്കാൻ. സോ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. താൻ ഇത് കഴിഞ്ഞ് ഒരു ടാക്സി ബുക്ക് ചെയ്ത് വീട്ടിലേക്ക് വയ്ക്കൂ. ഈവനിങ് ആകുമ്പോഴേക്കും ഞാൻ വരാം. അപ്പോ ബൈ, ടേക്ക് കെയർ. വേഗത്തിൽ ഋഷി പറഞ്ഞു നിർത്തി. ശേഷം ശ്രീലക്ഷ്മി ഒന്ന് ഹഗ് ചെയ്ത് പെട്ടെന്ന് അവിടുന്ന് അവൻ പോയി. കാര്യമായി എന്തൊക്കെയോ നടക്കുന്നുണ്ടല്ലോ.
ഹാ, സമയം പോലെ ഞാൻ കണ്ടുപിടിച്ചോളാം. ഋഷി പോയ വഴിയെ നോക്കി ശ്രീലക്ഷ്മി മന്ത്രിച്ചു. ഇതേ സമയം ആകെ അസ്വസ്ഥമായി നിൽക്കുകയായിരുന്നു സിദ്ധാർത്ഥ്. ശ്രീലക്ഷ്മിക്ക് നേരെ നോക്കാൻ പോലും അവന് കഴിഞ്ഞില്ല. ഫാമിലി ബിസിനസിന്റെ 60% ഷെയറും ശ്രീലക്ഷ്മിയുടെ പേർക്ക് എത്തുമെന്ന് അവരാരും പ്രതീക്ഷിച്ചിരുന്നില്ല. കുറച്ച് മിനിറ്റുകൾ കൊണ്ട് കമ്പനിയിൽ മഹാദേവിയേക്കാൾ ഷെയർ ശ്രീലക്ഷ്മിക്കായി. മഹാദേവി പരിഭ്രമത്തോടെ ശ്രീലക്ഷ്മിയെ നോക്കി. ആ സാഹചര്യത്തിൽ ശ്രീലക്ഷ്മിയോട് എന്ത് പറയണമെന്ന് മഹാദേവിക്ക് അറിയില്ലായിരുന്നു. എല്ലാം അങ്ങനെ ആയിരിക്കെ പെട്ടെന്ന് ശ്രീലക്ഷ്മിയുടെ ഫോണിൽ ഒരു മെസ്സേജ് നോട്ടിഫിക്കേഷൻ വന്നു. ഋഷിയായിരുന്നു ആ മെസ്സേജ് അയച്ചത്. ഈ ഷെയർ ഹോൾഡ് തനിക്ക് വലിയൊരു തുറുപ്പ് ചീട്ടാണ്. ശ്രദ്ധിച്ച് ഹാൻഡിൽ ചെയ്യണം. എന്ത് സംഭവിച്ചാലും ആർക്കും ഷെയർ ഒന്നും എഴുതി കൊടുത്തേക്കരുത്. അവന്റെ മെസ്സേജ് കാണേ ശ്രീലക്ഷ്മിയുടെ ചുണ്ടിൽ ഒരു ആത്മവിശ്വാസം നിറഞ്ഞ പുഞ്ചിരി വന്നു. അവിടെ നിന്നിറങ്ങിയ ഋഷി നേരെ പോയത് ട്രൈ മീഡിയയിലേക്കായിരുന്നു. കമ്പനിയിലെത്തി ഒട്ടും വൈകാതെ തന്നെ അവൻ ഓഫീസിൽ കയറി. ശേഷം തന്റെ വർക്കുകളിൽ അവൻ മുഴുകി. ഏതോ ഡോക്യുമെന്റ്സ് ചെക്ക് ചെയ്ത് സൈൻ ചെയ്തുകൊണ്ടിരിക്കെ പെട്ടെന്ന് ഋഷിയുടെ ഫോൺ റിങ് ചെയ്തു. നോക്കിയപ്പോൾ ഏതോ അൺനോൺ നമ്പറായിരുന്നു. ഇതിപ്പാരാ? സംശയത്തോടെ ഋഷി ആ കോൾ എടുത്തു. ഹലോ, ഇത് മിസ്റ്റർ ഋഷിൻ പ്രതാപാണോ? കോൾ എടുത്ത ഉടനെ ശാന്തമായ സ്വരത്തിൽ മറുപുറത്തു നിന്നും ചോദ്യം വന്നു. അതെ, ഞാൻ ഋഷിയാണ് സംസാരിക്കുന്നത്. താങ്കൾ ആരാണ്? ഋഷി ആശയക്കുഴപ്പത്തോടെ ചോദിച്ചു. കാരണം അവനെ പ്രൈവറ്റ് നമ്പറുകളിൽ നിന്നും വിളിക്കുന്ന വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹലോ ഋഷിൻ, എന്റെ പേര് നൈനിക്. ജോഷ് ആന്റണിയാണ് നിങ്ങളുടെ നമ്പർ എനിക്ക് തന്നത്. ശാന്തമായ സ്വരത്തിൽ തന്നെ അയാൾ പറഞ്ഞു. ജോഷ് ആന്റണിയുടെ പേര് പറഞ്ഞപ്പോൾ തന്നെ ഋഷിക്ക് ഇപ്പോൾ വിളിച്ചയാളുടെ ആവശ്യം പെട്ടെന്ന് തന്നെ മനസ്സിലായിരുന്നു. എന്താ മിസ്റ്റർ നൈനിക്, താങ്കൾക്ക് എന്റെ ഹെർബൽ ടാബ്ലറ്റ് വേണോ? ഋഷി വളച്ചു കെട്ടെന്നും കൂടാതെ നേരെ കാര്യത്തിലേക്ക് വന്നു. അയ്യോ, അതെ ഋഷിൻ, ജോഷ് പറഞ്ഞു നിന്റെ കയ്യിലുള്ള ടാബ്ലറ്റ് ഒരു അത്ഭുതം പോലെയാണെന്ന്. അവൻ അങ്ങനെ പറയണമെങ്കിൽ ഐ ക്യാൻ ഗസ് തന്റെ മെഡിസിൻ എത്രമാത്രം അടിപൊളിയായിരിക്കുമെന്ന്. സോ റേറ്റ് പറയൂ ഋഷിൻ. നൈനിക് സൗമ്യമായി പറഞ്ഞു. വെയിറ്റ്, റേറ്റ് പറഞ്ഞ് വിലപേശുന്ന പരിപാടിയൊന്നും വേണ്ട. ഋഷി ചെറിയ ആശ്ചര്യത്തോടെ ചോദിച്ചു. ഏയ്, താൻ പറയുന്ന റേറ്റ്. നൈനിക് പെട്ടെന്ന് തന്നെ പറഞ്ഞു. ഓക്കെ, സി മിസ്റ്റർ നൈനിക്, ഈ കാര്യത്തിൽ താൻ ശരിക്കും സീരിയസ് ആണെങ്കിൽ നാളെ ഇതേ സമയത്ത് എന്നെ വിളിക്കണം. പിന്നെ ജോഷ് ആന്റണി 5 ലക്ഷത്തിനാണ് ടാബ്ലറ്റ് വാങ്ങിയത്. നിങ്ങൾക്കും ആ റേറ്റ് ഓക്കെയാണോ? ഋഷി സംശയത്തോടെ ചോദിച്ചു. യാ, എനിക്ക് ഓക്കെയാണ്. 5 ലക്ഷം അല്ലേ? എനിക്ക് കുഴപ്പമില്ല. ഒരു നിമിഷം പോലും ആലോചിക്കാതെ നൈനിക് സമ്മതിച്ചു. ഓക്കെ നൈനിക്, അപ്പോ ബാക്കി ഡീൽസ് എല്ലാം നമുക്ക് നാളെ സംസാരിക്കാം. കൃത്യം 5 മണി, ഓക്കെ? ഋഷി പുഞ്ചിരിയോടെ പറഞ്ഞു. ഓക്കെ. അതിന് സമ്മതം അറിയിച്ച നൈനിക് ഫോൺ കട്ട് ചെയ്തു. അത് കഴിഞ്ഞതും ഋഷി വീണ്ടും തന്റെ ശ്രദ്ധ ഫയൽസിലേക്ക് തിരിച്ചു. അപ്പോഴായിരുന്നു പെട്ടെന്ന് അവന്റെ വാതിലിൽ മുട്ടിക്കൊണ്ട് നിഹാരിക അകത്തേക്ക് വന്നത്. സർ, താങ്കളെ കാണാൻ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്, ഋഷിയോടായി അവൾ പറഞ്ഞു. ഗസ്റ്റ്? എന്നെ കാണാനോ? അകത്തേക്ക് കടത്തിവിടും. ഒന്ന് ചിന്തിച്ച ശേഷം ഋഷി പറഞ്ഞു. ഓക്കെ സർ. അത്രയും പറഞ്ഞ് നിഹാരിക പെട്ടെന്ന് തന്നെ അവിടുന്ന് പുറത്തേക്ക് പോയി. ഒട്ടും വൈകാതെ തന്നെ ഋഷിയെ കാണാനായി വന്നയാൾ അവന്റെ ഓഫീസിലേക്ക് വന്നു. ആളെ കണ്ടതും ഋഷി ആദ്യം ഞെട്ടി. ഏതാനും സെക്കൻഡ് ഞെട്ടലോടെ തന്നെ നിന്നുപോയ അവൻ പെട്ടെന്ന് തന്നെ ചെയറിൽ നിന്നും എഴുന്നേറ്റ് ആ വന്നയാളുടെ നേരെ നടന്നു. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.